വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം. ഒസ്ര ഗോൾഡൻ ഡയമണ്ട്സ്. ബിലീവ് ഇൻ പ്യൂരിറ്റി. പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. വിളത്തൂർ മുസ്ലിം യൂത്ത് ലീഗ് സംഘടനാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യ പരിപാടിയായി ഫെബ്രുവരി 6 വ്യാഴാഴ്ച വൺ ഡേ വോളിബോൾ മത്സരം സംഘടിപ്പിക്കും. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്ന നിലയിൽ യാസർ അമീൻ മെമ്മോറിയൽ വൺ ഡേ വോളിബോൾ മത്സരമാണ് ആദ്യപടിയായി നടത്താൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ അറിയപ്പെടുന്ന 8 പ്രമുഖ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഫെബ്രുവരി 6 വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് വിളത്തൂർ അൽമിയ ഗ്രൗണ്ടിലാണ് മത്സരം. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അസീസ് മത്സരം ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ശ്രീകുമാർ, MA സമദ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. സംഘടനാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ മിഷൻ നിഴൽ 2025 എന്ന ഒരു ക്യാമ്പയിൻ്റെ ഒരു ക്യാപ്ഷൻ കൊടുത്തൊരു ക്യാമ്പയിന്. ഒരു വർഷക്കാലമാണ് സംഘടനയുടെ പരിപാടി. അതിൻ്റെ ആദ്യ പടി എന്ന നിലയ്ക്ക് നമുക്കിപ്പോൾ വർദ്ധിച്ചു വരുന്ന ലഹരി, നമ്മളെ യുവാക്കളെ വഴിതെറ്റുന്ന ഒരു സംഗതിയാണല്ലോ ലഹരി. ഇതിപ്പോൾ കുടുംബം ഒന്നടങ്കം കൊല്ലപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിപ്പോയിട്ടാണ്. ഇന്ന് പോലും നമ്മൾ വാർത്താ മീഡിയകളിലൊക്കെ കണ്ടു കഴിഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ളൊരു നടപടിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് നമ്മുടെ ഈ നിഴൽ എന്ന ശീർഷകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യപടിയാണ് അതിൻ്റെ ഒരു വോളിബോൾ മേള. അതിൻ്റെ നാളെ ഉദ്ഘാടന കർമ്മമുണ്ട്. നാളെ വൈകിട്ടാണ് നമ്മുടെ നാട്ടിൽ തന്നെ അൽമിയ ഗ്രൗണ്ടിൽ എല്ലാവരെയും സംഘടിപ്പിച്ച് കേരളത്തിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇതര സംസ്ഥാനത്തു നിന്ന് വരെ ആളുകൾ, കളിക്കാർ വരുന്നുണ്ട്. വലിയൊരു പരിപാടി ഞങ്ങൾ ഫോം ചെയ്തിട്ടുള്ളത്. ഒരു വർഷക്കാലമാണ് ഇതിൻ്റെ ഈ നിഴൽ എന്ന ശീർഷകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനുള്ള പഠന ക്ലാസുകൾ, വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പരിശീലന ക്ലാസുകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സൗഹാർദ്ദ സംഗമങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവയും സംഘടനാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ഒരു വർഷത്തിനുള്ളിൽ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ യൂത്ത് ലീഗ് നേതാക്കളായ PT സിനാൻ, EM തമീം, T സുഹൈൽ, നാസർ പാറക്കൽ, PT നിസാം എന്നിവർ പങ്കെടുത്തു.